ഭാരതം എന്തുകൊണ്ടാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ശ്രേഷ്ഠത ഉള്ള നാടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കൃതിയാണ്. അപ്പോൾ ആ സംസ്കൃതിയെ അറിയുകയാണ് വേണ്ടത്. അതായത് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അതിപുരാതനമാണ്. ഭാരതം അറിവിൻ്റെ നാടാണെന്ന് പറയും. ഭാരത, ആ 3 വാക്കുകൾ, 3 അക്ഷരങ്ങളിൽ നിന്നാണ് ഭാരതം എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടായത്. ഇപ്പോൾ മറ്റേത് പേരിനേക്കാളും ഭാരതത്തിന് യോജിച്ചത് ഭാരതം എന്ന പേര് തന്നെയാണ്. അപ്പോൾ ഭ എന്ന് പറയുമ്പോൾ അറിവിൻ്റെ നാട്, അല്ലെങ്കിൽ അറിവിനാൽ ശോഭിക്കുന്നവരുടെ നാട് എന്നൊക്കെ അർത്ഥം പറയാം. ഇനി രാ എന്ന് പറയുമ്പോൾ രമിപ്പിക്കുന്നവരുടെ നാട്, അതായത് പ്രകൃതിയെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ, പ്രപഞ്ചത്തെ ഒക്കെ ഈ അറിവ് കൊണ്ട് രമിപ്പിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നു, അങ്ങനെയുള്ള നാട് എന്നുള്ള അർത്ഥം. ഇനി ത എന്ന് പറയുമ്പോൾ തീർത്ഥങ്ങളെ തരിപ്പിക്കുന്ന നാട്, അല്ലെങ്കിൽ ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളുണ്ട് നമുക്ക്. ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർത്ഥസ്ഥാനങ്ങൾ അനവധിയാണ്. അപ്പോൾ ഈ തീർത്ഥസ്ഥാനങ്ങൾ തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്ന പേര് തന്നെയാണ് ഏറ്റവും അനുയോജ്യം. കാരണം അറിവിൻ്റെ നാട് എന്നും, എല്ലാവരെയും രമിപ്പിക്കുന്നവരുടെ നാട് എന്നും, തീർത്ഥങ്ങളുടെ നാട് എന്നും അർത്ഥമുള്ള ഭാരത എന്നുള്ളതിൽ നിന്ന് വന്ന ഭാരതം എന്ന പേര്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ.